നമുക്കൊരു വലിയ കൈയ്യടി കൊടുക്കാം ഫാത്തിമ തഹ്ലിയ. ആവേശം ഒരു വലിയ കൈയ്യടി, ഒരു ഗംഭീര കൈയ്യടി ഫാത്തിമ തഹ്ലിയ. ഈ സൈഡിൽ നിന്നൊന്ന് ഒതുങ്ങാവോ റിയാസ് മാഷേ? എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. നമ്മൾ ചുമ്മാ പറഞ്ഞതല്ല. നമുക്ക് ഈ നാട്ടില് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. 2 റിയാസ്, 1 റാഷിയുണ്ട് ഇപ്പൊ നമ്മുടെ കൂടെ. ഇലക്ഷൻ ഡ്യൂട്ടി ഉള്ള ഒരു മാഷാണ് റിയാസ് മാഷ്. യെസ്, ഞങ്ങള് സ്റ്റേജ് കുറച്ച് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ എന്ന് മാറിയിക്കണേ. ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഈ നിമിഷത്തിന് വേണ്ടിയിട്ട്. ഞങ്ങളിങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ട് പേരാമ്പ്രയ്ക്ക് ഈ പ്രാവശ്യം ഒരു പുതിയ മുഖം വേണം എന്നുള്ളതിനെ കുറിച്ച് അവരും അവരുടെ പ്രതീക്ഷകളൊക്കെ പറഞ്ഞു. ഇനി നമ്മുടെ ഊരാണ്. എല്ലാരും പറഞ്ഞത് പേരാമ്പ്രയുടെ പുതിയ പ്രതീക്ഷ എന്നാണ്. അപ്പോ എന്താണ് പേരാമ്പ്രയിൽ കൊണ്ടുവരാനിരിക്കുന്ന മാറ്റങ്ങൾ? അതിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ മനസ്സിൽ? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഫാത്തിമ ഇവിടെ ജയിക്കണം? പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എന്റെ നമസ്കാരം, ഗുഡ് ഈവനിങ്, ആദാബ്. എന്തായാലും നമുക്ക് 2 ആൾക്കാരെ ഇലക്ഷൻ കാരണം നമ്മുടെ നാട്ടിലേക്ക് കിട്ടി. അപ്പം ഇവർക്കൊരു സ്വാഗതം പറയണം. ഒന്ന് കൈയടിച്ചേ, ഉറക്കെ കൈയടിച്ചേ. നമ്മുടെ പ്രിയപ്പെട്ട കല്ലുവും മാത്തും, താങ്ക് യു ഫോർ കമ്മിങ്. തീർച്ചയായിട്ടും 9-ാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ള ഒട്ടുമിക്ക ആളുകളും. അതില് ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നവരുമുണ്ട്. നമുക്ക് 46 വർഷം പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം പിന്നിലാണ് നിൽക്കുന്നത്. മറ്റുള്ള മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് മുന്നോട്ട് പോകേണ്ട സമയങ്ങൾ, ഒരു മനുഷ്യായുസിന് വലിയൊരു സമയമാണ് കടന്നു പോയിട്ടുള്ളത്. ഒരുപക്ഷെ ഇവിടെ ഉണ്ടായിട്ടുള്ള പല ആൾക്കാർക്കും വലിയ പുതിയ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പം ഈ വരുന്ന 4-ാം തീയതിക്ക് ശേഷം പേരാമ്പ്ര ഒരു പുതിയ മുഖമണിയാൻ പോവുകയാണ്, അല്ലേ? നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ കാതലായിട്ടുള്ള മാറ്റങ്ങൾ സഞ്ചരിക്കുമ്പോൾ ആ സ്പീഡിലേക്ക് പേരാമ്പ്ര ഇത്രയും കാലമായിട്ട് എത്തിയിട്ടില്ല. നമ്മൾ സംസാരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്താണ്. ആ രീതിയിലേക്ക് ഇവിടെയുള്ള വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ, യുവാക്കളെ കൊണ്ടുപോകാൻ ഇത്രയും കാലമായിട്ടും ഇവിടെയുള്ള ഭരണ സംവിധാനത്തിന് സാധിച്ചിട്ടില്ല എന്ന് ഇവിടെയുള്ള ഞാൻ പറയാം. ഈ മണ്ഡലത്തിലേക്ക് MLA ആയിട്ട് വിജയിച്ചു വരികയാണെങ്കിൽ ഒരു